നമസ്കാരം. ചുട്ടുപൊള്ളുന്ന പനിയുമായി ചുരുണ്ടുകിടക്കുന്നവരുടെ മുന്നിലേക്കാണ് സംസ്ഥാനത്തെ പനി ബാധിതരുടെ പുതിയ കണക്ക് കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തുവിട്ടത്. 24 മണിക്കൂറിനിടെ പനിക്ക് ചികിത്സ തേടിയത് 11,438 പേരാണ്. ഡെങ്കി, H1N1, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, വെസ്റ്റ് നൈൽ തുടങ്ങി പനിയുടെ വകഭേദങ്ങളിൽ ആശങ്കയുടെ തീ തിന്നുകയാണ് സാധാരണക്കാർ. സർക്കാർ ആശുപത്രികളിലെ തിരക്ക്, പലവിധ ടെസ്റ്റുകൾക്കായി സ്വകാര്യ ആശുപത്രികളിലെത്തി കീശ കാലിയായി പോകുന്ന അവസ്ഥ. പണ്ടത്തെ പോലെ വന്നു പോകുന്ന ഒന്നല്ല, ചിലപ്പോൾ ജീവൻ എടുത്തേക്കാം ഇപ്പോഴത്തെ പനി എന്ന പേടി കൂടിയുണ്ട് നാട്ടുകാർക്ക്. ശരിയായ പരിശോധനയും ചികിത്സയും പരിചരണവും ഉറപ്പാക്കപ്പെടുന്നുണ്ടോ? എത്ര പേടിക്കണം ഈ പനിയെ? എൻകൗണ്ടർ പ്രൈം തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടർ പ്രൈമിൽ ഇന്ന് പ്രത്യേക അതിഥിയായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്. അതോടൊപ്പം പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അൽത്താഫ് IMA പ്രതിനിധീകരിച്ച്, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പത്മനാഭ ഷെണായ്, ഡോക്ടർ NM അരുൺ ആരോഗ്യ വിദഗ്ധൻ എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അല്പനേരം നമ്മളോടൊപ്പം ഉണ്ടാകും. നിലവിലെ സാഹചര്യങ്ങൾ എത്രത്തോളം ആശങ്കാജനകമാണ്? സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി ഇപ്പോൾ ഈ പനിയെ നേരിടാൻ വേണ്ടി സജ്ജമായിട്ടുണ്ട്? എങ്ങനെയാണ്, എത്രത്തോളം ജനങ്ങൾ ഈ കാര്യങ്ങൾ, പനിയുടെ കാര്യത്തിൽ എത്രത്തോളം ആശങ്ക ആവശ്യമാണ്? എങ്ങനെയാണ് ചികിത്സയും മറ്റു കാര്യങ്ങളിലും ജനങ്ങൾ പുലർത്തേണ്ട ശ്രദ്ധയും ജാഗ്രതയും എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുമെന്ന് കരുതുന്നു. മിനിസ്റ്റർ, താങ്കൾക്ക് കേൾക്കാമോ? മിനിസ്റ്റർ കേൾക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മിനിസ്റ്റർ, ഈ കണക്കുകൾ ഇപ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ദിവസത്തിനിടയിൽ 11,438 എന്നാണല്ലോ ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പനി ബാധിതരുടെ. ഇതൊരു അലാമിംഗ് ആയിട്ടുള്ള ഒരു സ്ഥിതിയാണോ? സാധാരണ പനി നമ്മുടെ ശരീരത്തിന്റെ ഒരു രോഗപ്രതിരോധ ശേഷി എത്രത്തോളം ഊർജിതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴക്കാലത്തോടനുബന്ധിച്ച് കേരളത്തിൽ പൊതുവെ പനി കേസുകൾ കൂടാറുണ്ട്. അതുകൂടാതെ ഇപ്പോൾ കുറേയേറെ നാളുകളായി നമ്മൾ കാണുന്ന പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, ലെപ്റ്റോ കേസസ്, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പനികൾ കൂടി കേരളത്തിൽ കുറേയേറെ വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും സാധാരണ ഒരു പനി വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള നല്ല റെസ്റ്റ് എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ളത്. പനി സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പനിയുടെ ലക്ഷണങ്ങളാണ്. അത് എത്രത്തോളം തീവ്രമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുന്നുണ്ടോ, അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ആന്തരിക അവയവങ്ങൾ, അത് നമ്മൾ എങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തി നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ഇപ്പൊ യൂറിൻ ഔട്ട്പുട്ട് നമുക്ക് ഇല്ലാതെയാകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടാകാം. തീരെ യൂറിൻ ഇല്ലാതെയാകുന്ന, അല്ലെങ്കിൽ മഞ്ഞ നിറമായിട്ട് യൂറിൻ പോകുന്ന, കടുത്ത മഞ്ഞ കളറിൽ, അപ്പോൾ അത് ലിവറിനെ ബാധിച്ചേക്കാം. അതല്ല നമ്മൾ പിച്ചും പെയ്യും പറയുന്ന സാഹചര്യം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമിതമായ ക്ഷീണമാണ് സാധാരണ. അല്ലാത്ത ക്ഷീണം, നമ്മൾ റെസ്റ്റ് എടുത്തിട്ടും അല്ലെങ്കിൽ നന്നായി വെള്ളമൊക്കെ കുടിച്ചു എന്നിട്ടും നമുക്ക് നല്ല രീതിയിൽ ക്ഷീണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുകയും ചികിത്സ എടുക്കുകയും വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ പൊതു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായി ഈ വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ ഒരു കുറേയേറെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഗോപി പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പനികളാണല്ലോ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ കേരളത്തിന്റെ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ, പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുമ്പോൾ അത് സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ സംവിധാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുജനങ്ങളും ചേർന്നതാണ്. ഇപ്പം നമ്മളുടെ ഒരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളത് പല കേസുകളും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നിപ്പയ്ക്ക് ശേഷം കേരളത്തിൽ എല്ലാ മസ്തിഷ്ക ജ്വരങ്ങളും, എൻകഫലൈറ്റിസ് കേസസ് ഒക്കെ തന്നെ ഡോക്ടേഴ്സ് അത് എന്താണ് അതിന്റെ കോസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വൈറൽ പാനൽ എല്ലാം ടെസ്റ്റ് ചെയ്യും. വൈറൽ പാനൽ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനം
നല്ല നിലയിൽ ഈ കേസുകൾ എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. അതോടൊപ്പം ആളുകൾ, നമ്മുടെ പൊതുജനം നല്ല നിലയിലേക്ക് ആ രീതിയിൽ പനി വരുമ്പോൾ അതിനോട് ഇത് എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം അവരും അതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ നിലവിലെ സ്ഥിതിയിൽ ഇപ്പൊ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ വെന്റിലേറ്റർ ഒക്കുപ്പൻസി, ICU ഒക്കുപ്പൻസി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പൊതു ബെഡ് ഒക്കുപ്പൻസി കൂടുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ആ നിലയിൽ ഒരു സാധാരണ നിലയിലല്ലാത്ത ഒരു വർധനവ് ഇല്ല. ICU IP അഡ്മിഷനിലില്ല, മെഡിക്കൽ കോളേജിലും അതുപോലെ അല്ലെങ്കിൽ ജനറൽ ജില്ലാ ആശുപത്രി. പക്ഷെ OP യിൽ നല്ല തിരക്കുണ്ട്. അത് കാരണം നമ്മുടെ പനി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണുന്നത് കൊണ്ടാണ്. ഡോക്ടറെ കാണണം, ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള മിനിസ്റ്റർ, അത് പരിശോധന. ഇപ്പോൾ ഞാൻ തന്നെ ഈ കഴിഞ്ഞ 4-5 ദിവസമായി ഒരു വൈറൽ ഫീവർ കഴിഞ്ഞ് തിരിച്ചത് ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ പലയിടങ്ങളിലും ഇങ്ങനെ ഈ പകർച്ചപ്പനി വളരെ വ്യാപകമായി ഉണ്ട്. അതിലെല്ലാം ആളുകൾ പൊതുവായി പറയുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കടുത്ത ക്ഷീണമാണ്. ഇപ്പോൾ സാധാരണ നിലയിൽ ഇപ്പോൾ 1-2 അനുഭവങ്ങൾ പറയും. ഇപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് ഇതുപോലെ പനി വന്നപ്പോൾ 2 പേർക്ക് 2 തരം അനുഭവമുണ്ട്. ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയപ്പോൾ ആദ്യം പറഞ്ഞത് ഈ ഡെങ്കു പോലെയുള്ള പരിശോധനകൾ ഇപ്പോൾ ചെയ്യേണ്ടതില്ല, ആദ്യം ഈ പനി 1-2 ദിവസം കഴിഞ്ഞ ശേഷം പിന്നീട് ആവശ്യമെങ്കിൽ ഡെങ്കു പോലെയുള്ള പരിശോധനകളിലേക്ക് കടന്നാൽ മതിയെന്നാണ്. പക്ഷെ മറ്റൊരാൾക്കൊരു സ്വകാര്യ ആശുപത്രിയിലുണ്ടായ അനുഭവം വേറൊന്നാണ്. കാരണം കടുത്ത പനിയുമായി ചെല്ലുന്ന അപ്പോൾ തന്നെ ഡെങ്കു ടെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഇത്തരം പരിശോധന, ഈ ഡയഗ്നോസിസ് എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ? അതായത് പനി വന്ന് ഇത്ര നാൾ കഴിഞ്ഞ് ഡെങ്കു പരിശോധിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കുക, അങ്ങനെയാണോ ഈ പരിശോധനയുടെ രീതികൾ? തീർച്ചയായിട്ടും പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയിലും പനി വ്യത്യസ്ത രീതിയിലായിരിക്കും. അതായത് ലക്ഷണങ്ങൾ അനുസരിച്ചാണ് ഡോക്ടേഴ്സ് ആ പനി എങ്ങനെ വേണം, പരിശോധന എങ്ങനെയെന്നുള്ളത് തീരുമാനിക്കുക. ഇത് സംബന്ധിച്ച് ഡെങ്കു സംബന്ധിച്ചും ലെപ്റ്റോ സംബന്ധിച്ചും പ്രോട്ടോകോൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ലെപ്റ്റോ കേസസിലൊക്കെ കണ്ടത് നേരത്തെ ഒരു കുറച്ച് ദിവസം, 7 ദിവസത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കുറച്ചേറെ ദിവസം കൊണ്ട് തീവ്രമാവുന്നതാണെങ്കിൽ ഈ സമീപകാലത്ത് ലെപ്റ്റോ അഥവാ എലിപ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് പെട്ടെന്ന് തന്നെ സിവിയർ ആകുന്ന ഒരു സാഹചര്യം, ഒരു 4 ദിവസത്തിനുള്ളിലൊക്കെ സിവിയർ ആകുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. അപ്പൊ നമുക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ വിദഗ്ധർ അതിന്റെ പറയുന്നത് രോഗലക്ഷണങ്ങളുടെ അതുപോലെ ഒരു ഹിസ്റ്ററി കൂടെ വളരെ പ്രധാനമാണ്. നമുക്ക് എക്സ്പോഷർ, ഇപ്പൊ ഡെങ്കു, ഇപ്പൊ നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ പനി ബാധിച്ച വ്യക്തി ഡെങ്കു ബാധിത പ്രദേശത്തുള്ളവരാണ്. ഇപ്പം അങ്ങനെ നമ്മൾ നോക്കിയാൽ കേരളത്തിൽ എവിടെയും ചാൻസസ് ഉണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഹോട്ട്സ്പോട്ട്സുമായി ബന്ധപ്പെട്ട് അവിടെ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് സാധാരണ ഒരു ദിവസം, ഇപ്പൊ ഈ മഴക്കാലം അല്ല, ഇങ്ങനെയല്ലാത്തൊരു സമയത്ത് മറ്റൊരു സമയത്ത് പനി വരുവാണെങ്കിൽ അത് ഡെങ്കുവോ അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റങ്ങനെയുള്ള പനികളാകാനുള്ള സാധ്യത 5%. പക്ഷെ ഒരു നല്ല നിലയിൽ ഡെങ്കി കേസസ് ഒക്കെ ഉള്ളൊരു സമയമാണെങ്കിൽ അത് 20%-ന് മുകളിലാണ്. അപ്പം ലക്ഷണങ്ങൾ അനുസരിച്ചാണ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പരിശോധനകൾ പറയുക. പക്ഷെ പ്രോട്ടോകോൾ കൃത്യമായിട്ട് നമുക്കിത് സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത്, അതനുസരിച്ചിട്ടുള്ള ചികിത്സയും പരിശോധനകളുമാണ് വാസ്തവത്തിൽ നടത്തേണ്ടത്. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയുക സർക്കാർ ആശുപത്രികളും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളും പൊതുജനങ്ങളും ഒക്കെ ചേരുന്ന ഒരു സംവിധാനത്തെയാണ്. അങ്ങനെയാണെങ്കിലും പ്രശ്നമുണ്ടാകുന്നത് പലപ്പോഴും ഈ ടെസ്റ്റുകൾ നടത്തേണ്ടി വരുമ്പോൾ, പരിശോധനകൾ നടത്തേണ്ടി വരുമ്പോൾ, ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ തന്നെ നേരിട്ട് പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അവിടെ എത്തുമ്പോൾ ഇപ്പോൾ മകനോ മകളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ രോഗികളായി മാറുന്ന സാഹചര്യത്തിൽ അവരെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടേഴ്സ് ചില പ്രധാനപ്പെട്ട പരിശോധനകൾ പെട്ടെന്ന് പറയുകയാണ്, വലിയ തുക അടയ്ക്കേണ്ടി വരുന്ന പരിശോധനകൾ. അപ്പോൾ ഈ ഏറ്റവും അടുത്ത ആളുകളുടെ ജീവൻ എന്തെങ്കിലും അപകടത്തിൽപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കയിൽ പണം നോക്കാതെ അവർ ആ പരിശോധനകളിലൊക്കെ പോകുന്നു. ചിലപ്പോൾ വീണ്ടും സാധാരണ മരുന്നുകളിൽ ആ ചികിത്സയിൽ തീരുന്നതായിരിക്കും ആ പരിശോധനയും അതിനെ തുടർന്നുള്ള കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ചെക്ക്, ഒരു നിയന്ത്രണം ആവശ്യമാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് വലിയ തുക ഈ സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരം പരിശോധനകൾ അത് ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തതിന് ചെയ്യാൻ കഴിയും? ഇതൊരു പൊതുവായ വിഷയമാണ്. നമ്മുടെ ഈ പനിയുടെ സമയം അല്ലെങ്കിൽ പകർച്ചവ്യാധി കാലത്ത് മാത്രമല്ല, അല്ലാതെയുള്ള ഒരു വിഷയമാണ്. അതില് ഒരു നമ്മുടെ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്, നമ്മൾ ഈ രോഗത്തിന് ഒന്നാമത് പേടിയുണ്ടാവും, ആശങ്കയുണ്ടാവും എന്താണ് എന്നുള്ളത്. അത് രോഗത്തിന്റെ അവസ്ഥയിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതുണ്ടാവും.
അപ്പോൾ ഈ ഗോപി പറഞ്ഞതുപോലെ ഏത് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യും. കാരണം ചെയ്യണം, എന്താണ് രോഗം എന്നുള്ളത് അറിയാൻ നമ്മൾ ചെയ്യും. പക്ഷെ അപ്പോഴും ഈ ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു വിഷയം നമ്മൾ ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് സർക്കാർ വളരെ ഗൗരവത്തോടെ അതിൽ ഇടപെടുന്നതും ചില തീരുമാനങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളതും ഇനി കുറച്ചേറെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉള്ളതും ആണ്, തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ പോക്കറ്റിൽ നിന്ന് വലിയ രീതിയിൽ പണം ചെലവാകാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഭാഗമായിട്ട് ഈ ഓരോ ഹോസ്പിറ്റലിൽ നിന്നും നൽകപ്പെടുന്ന സേവനങ്ങളുടെ എത്രത്തോളം അതിന് കോസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് അവിടെ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ആ രീതിയിൽ അതിലൊരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഉതകുന്ന നിലയിലുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഒരു തീരുമാനം സുപ്രീം കോടതിയുടേതായിട്ട് വന്നിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ ആക്ടിന്റെ, ഞാൻ പറഞ്ഞ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഭാഗമായിട്ട് അത് ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ അതിന് സ്റ്റേയും, അത് ഈ ആക്ടിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലെല്ലാം അതിൽ സ്റ്റേ ഉണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും ചർച്ചകളിലൂടെ അത് പരിഹരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കാരണം ഒരു പോസിറ്റീവായിട്ട് നമ്മൾക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. പക്ഷെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ചികിത്സാ നിരക്കുകളുടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അത് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. അത് ആ രീതിയിൽ സർക്കാർ അതിനെ കാണുന്നുമുണ്ട്. അതിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ വർഷം ഇപ്പോൾ നിർണയ ഒരു ലാബ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം തന്നെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതിൽ ഈ ലാബുകൾ ഇല്ലാത്ത ഇടങ്ങളിലും സർക്കാർ സംവിധാനങ്ങളിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകും, ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ 14 ജില്ലകളിലും ഉണ്ടാകും. ഏതാണ്ട് എല്ലാ ടെസ്റ്റുകളും നമുക്ക് നമ്മുടെ വീടിനടുത്ത് ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനം ഉണ്ടാകും. അത് മാത്രമല്ല, അവിടെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിക്കും. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനവും ജനങ്ങൾക്ക് വേണ്ടി, അത് പൊതുജനങ്ങളുടെ താല്പര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് വൈകാതെ എത്തപ്പെടാൻ കഴിയും. മിനിസ്റ്റർ, ഈ നമുക്കറിയാം എല്ലാ കാലത്തും ഏറ്റവും വിദഗ്ധരായിട്ടുള്ള, ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഉള്ളത് സർക്കാർ സംവിധാനത്തിലാണ്. പക്ഷെ എന്നിട്ടും ഈ ഒരല്പം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ സർക്കാർ ആശുപത്രികളെ ഒരു അവരുടെ മുൻഗണനയിൽ, പ്രധാന പരിഗണനയിൽ കൊണ്ടുവരാതെ അവർ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നത് പലപ്പോഴും ഒരു പ്രിയോറിറ്റി അവർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ച് നമുക്കറിയാം, ഓവർ ദി ഇയേഴ്സ് ഈ കാലങ്ങളിലൊക്കെ സർക്കാർ ആശുപത്രികൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് മാറിയിട്ടുണ്ട് എന്നത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. പക്ഷെ അപ്പോൾ പോലും ഇപ്പോൾ ആളുകൾക്ക് അവരുടെ രോഗത്തിൻ്റെ തീവ്രതയനുസരിച്ച് അവർക്ക് അവരുടെ പരിഗണനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, അവരൊരു മുൻഗണനാ ക്രമത്തിൽ അവർ പരിഗണിക്കപ്പെടുക, ഈ നിലയിലുള്ള ഒരു മാറ്റം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോഴും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നമുക്ക് ഈ നീണ്ട ക്യൂ, ഇപ്പോൾ പനി പിടിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ IPയിൽ കുറവായിരിക്കും, പക്ഷേ OPയിൽ ധാരാളം പേർ വരുന്നുണ്ട്, നീണ്ട ക്യൂ കാണാം, പ്രായമായ ആളുകൾ വരിയുടെ ഏറ്റവും അവസാനം നിൽക്കുന്നത് കാണാം, ഏറ്റവും തീവ്രമായ രോഗമുള്ളവർ വരിയുടെ ഏറ്റവും അവസാനം നിൽക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു പ്രിയോറിറ്റൈസേഷൻ എന്നത് നമുക്ക് സർക്കാർ സംവിധാനങ്ങളിൽ, ആശുപത്രികളിൽ കൊണ്ടുവരുന്നതിൽ എന്താണ് തടസ്സം? അതിലൊരു തടസ്സവുമില്ല. പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്ക് പ്രയോറിറ്റി സർക്കാർ ആശുപത്രികളിൽ നൽകുന്നതിന് നമ്മൾ അതിലേക്ക് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ നടപ്പിലാക്കാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഈ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടുള്ള മുൻഗണന. തീർച്ചയായിട്ടും അതിൽ ഇപ്പൊ സർജറിയുടെയൊക്കെ കാര്യങ്ങളിലാണ് ഇലക്ടീവ് കേസസ് ഉണ്ട്, അതല്ലാതെ പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കേസസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ കൂടി, അതായത് സർജറി, നമ്മുടെ OTT ടേബിൾ അതിനനുസരിച്ച് വേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ എണ്ണം അതിനനുസരിച്ച് വേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ ആദ്യമേ 270 ഡോക്ടേഴ്സിന്റെ, ഇതുവരെ ഒറ്റയടിക്ക് അത്രയും തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരമാവധി ഈ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു പരിശോധനയാണെങ്കിലും അതല്ലെങ്കിൽ ഒരു സർജറി ആണെങ്കിലും ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിനകത്തൊരു സാമൂഹ്യ നീതിയുടെ വിഷയം കൂടെ ഉണ്ടാകും. അതായത് ഇപ്പോൾ RCCയിൽ നമുക്ക് ഒരുപാട് ശുപാർശകൾ വരും. സർജറി ഡേറ്റ് സെപ്റ്റംബറിലാണ് കിട്ടിയത്, ഞങ്ങൾക്ക് ജൂലൈയിൽ തന്നെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷെ ഒരു പേഷ്യന്റിനെ മാറ്റിയിട്ട് നമുക്ക് മറ്റൊരാളെ
മാറ്റാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ വിഷയം കൂടി അതിലുണ്ടാകുന്നുണ്ട്. പക്ഷെ പരമാവധി നമ്മുടെ സർക്കാർ സംവിധാനം അതുകൊണ്ടാണ് വികേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഹൃദയ ചികിത്സ സംബന്ധിച്ച് നേരത്തെ മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ കാത്ത് ലാബ് ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഒരു 8 വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഒരു ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതാണ്ട് എല്ലാ ജില്ലകളിലും 1-2 ജില്ലകളിൽ ഒഴിച്ച് ആലപ്പുഴ, അതോടൊപ്പം തന്നെ ഇടുക്കി, ബാക്കി എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകളായി. അപ്പോൾ ഇത് വികേന്ദ്രീകരിക്കപ്പെടുകയാണ്. സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റുകൾ ജില്ലാ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിന്നെ സെന്റർ ഓഫ് എക്സലൻസ് ആയി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോംപ്രഹെൻസീവ് സ്ട്രോക്ക് യൂണിറ്റ് ആയി നമ്മൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ത്രോംബക്ടമി ഉൾപ്പെടെയുള്ള മേജർ പ്രൊസീജിയേഴ്സും ഇന്റർവെൻഷൻസും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. അപ്പോൾ ഇതിന് ആ രീതിയിൽ പൊതുവെയുള്ള കാര്യങ്ങളിൽ അത് ആ രീതിയിൽ പോകുമ്പോൾ ഈ പനിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൽ ഈ പനി ബാധിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് OP നടത്തണം. മറ്റുള്ള രോഗികൾ 1-2 രീതിയിലുണ്ട്. മറ്റുള്ള രോഗമുള്ളവർക്ക് ഈ പനി ബാധിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് പനി ഉള്ള ഒരു സമയത്ത് മാസ്ക് ആശുപത്രിയിൽ സന്ദർശിക്കുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളൊരു കാര്യം. അതോടൊപ്പം കുഞ്ഞുങ്ങളും ഗർഭിണികളും പ്രായമായവരും മാസ്ക് ധരിക്കണം. കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ ദയവായിട്ട് സ്കൂളിൽ വിടരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ പൊതുവായിട്ടുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഈ OP ഫീവർ ക്ലിനിക്കുകളുടെ ഒരു തിരക്ക് ചില ആശുപത്രികളിൽ ഇപ്പോൾ നമ്മൾ DHSന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് കൂടുതലായി ഡോക്ടേഴ്സിനെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ കാഷ്വാലിറ്റിയിൽ വലിയ തിരക്കുകൾ കാണാൻ കഴിയും ജില്ലാ ആശുപത്രികളിലേക്ക്. അപ്പോൾ അവിടെ കൂടുതൽ ഡോക്ടേഴ്സിനെ എവിടെയാണ് നമുക്ക് ഗ്യാപ്പ് ഉള്ളത് അത് മാപ്പ് ചെയ്തുകൊണ്ട് അടിയന്തരമായിട്ട് അവിടേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എണ്ണം ഡോക്ടേഴ്സ്, കൂടുതൽ OPകൾ കാഷ്വാലിറ്റിയിൽ തന്നെ കൂടുതൽ ആളുകൾ ഡോക്ടേഴ്സ് ഉണ്ടാവുക. അപ്പോൾ രോഗികൾക്ക് അധിക നേരം നിൽക്കാതെ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ആ രീതിയിൽ ഒരു ഗ്യാപ്പ് അനാലിസിസ് നടത്തി ഇടപെടൽ നടത്തുന്നതിനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മിനിസ്റ്റർ, ഈ ആരോഗ്യ രക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാവുക ഈ ഇത്തരം കേസുകൾ ഓരോ തവണയും അത് കുറഞ്ഞു വരുമ്പോഴാണ്. ഇപ്പോൾ നമുക്ക് 5 ദിവസത്തിനിടെ 493 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. H1N1 158 പേർക്ക് ഇന്നലെ മാത്രം, എലിപ്പനി 69 പേർക്ക്, ഹെപ്പറ്റൈറ്റിസ് A 64, ഹെപ്പറ്റൈറ്റിസ് B 21. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം കേസുകൾ, ഇപ്പോൾ ഡെങ്കി വരുന്നത് നമുക്കറിയാം കൊതുക് പരത്തിയിട്ടാണ്. അപ്പോൾ ഇതിന് ചില സാമൂഹിക സാഹചര്യങ്ങൾ കൂടിയുണ്ടല്ലോ, കാരണങ്ങൾ, ഇപ്പോൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത്? ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നതിലേക്ക് ആരോഗ്യ വകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ടോ? ഈ ഡെങ്കിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കൊതുകുജന്യ രോഗമാണ്. അപ്പോൾ ലോകാരോഗ്യ സംഘടന WHO പറഞ്ഞിരിക്കും നമ്മുടെ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഈ കേരളം ഉൾപ്പെടെ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഡെങ്കി വരാൻ സാധ്യതയുള്ള മേഖലകളായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഉഷ്ണമേഖലകളായതുകൊണ്ട് അല്ലേ? അതെ അതെ. അപ്പം ഇതിനു മുൻപ് കേരളത്തിൽ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ള വർഷം 2013 2017 അപ്പൊ ആ വർഷങ്ങളിൽ ഇതിനൊരു ചാക്രിക വർധനവ് ആണ്, ഒരു സൈക്ലിക് ആയിട്ടുള്ള ഇൻക്രീസ് ആണ് ഡെങ്കിയിൽ സാധാരണ കാണുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് 2021 പ്രതീക്ഷിച്ചു. പക്ഷെ കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ ആ രീതിയിലുള്ളൊരു വർധനവ് അന്ന് ഉണ്ടായില്ല. പക്ഷെ പിന്നീട് അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു. 2013-ലും 2017-ലും ഒക്കെ വർധനവ് ഉണ്ടായിട്ടുള്ള ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ പരിശോധിച്ച വലിയ ഔട്ട്ബ്രേക്കുകളാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് സർവൈലൻസ് വളരെ ശക്തമായിട്ടുള്ള, പൊതുജനാരോഗ്യ സംവിധാനം നല്ല ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഒരു പൊതുസ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കഴിഞ്ഞ ഒരു 2023-ന്റെ ഒരു അവസാന മാസങ്ങൾ തുടങ്ങി നമുക്കത് 0-യിലേക്ക് പോയിട്ടില്ല. ആ ഗ്രാഫ് ഇങ്ങനെ, പക്ഷെ അതൊരു കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ രോഗികൾ ഉണ്ടാകുന്നത്, കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു രീതിയിൽ നോക്കിയാൽ ഒരു ഫ്ലാറ്റനിങ് ഓഫ് കർവ് ഒരു പകർച്ചവ്യാധിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. ഒരു ഒറ്റയടിക്ക് നമുക്ക് ഒരുപാട് കേസസ് വന്നിട്ട് അത് നമ്മുടെ സിസ്റ്റത്തെ വലിയ രീതിയിൽ ബാധിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലും സർക്കാർ ഹോസ്പിറ്റൽസിലും എല്ലാം വെന്റിലേറ്ററും ICUം, കാരണം പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്ന ഫ്ലൂയിഡ് മാനേജ്മെന്റ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ സിസ്റ്റം ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അപ്പോൾ ഇതില്ലാതെ ഒരു ഏതാണ്ട് ഒരു നിയന്ത്രണത്തോടുകൂടി കേസുകൾ പോകുന്നു എന്നുള്ളൊരു സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ടത് ഇത് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഉണ്ടാകാതിരിക്കുന്നത്? നമ്മൾ കൊതുകുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്.
അതിൽ പരിസര ശുചിത്വം, അതുപോലെ മാലിന്യ സംസ്കരണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീടിന്റെ പരിസരം, അതുപോലെ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കൊതുകുജന്യ വെസ്റ്റ് നൈൽ നേരത്തെയും കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇതുപോലെയുള്ള സിക്ക 2022 ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല മിനിസ്റ്റർ, അതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഏറ്റവും അധികം രോഗികളുള്ളത് മലപ്പുറത്താണ് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? അല്ല, അവിടെ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആനുപാതികമായിട്ടുള്ള വർധനവ് പേഷ്യൻസിന്റെ എണ്ണത്തിലും ഉണ്ട്. അപ്പോൾ ഈ കൊതുകുകളെ തുരത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഉറവിട നശീകരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രത്യേക, ഇപ്പോൾ നമ്മൾ ഡ്രൈ ഡേ ആചരിക്കും, ഫ്രൈഡേ സ്കൂളുകൾ, ശനിയാഴ്ച ഓഫീസുകൾ, ഞായറാഴ്ച വീടുകൾ. പക്ഷെ ഇത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു തുടർച്ചയുടെ ഭാഗമാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു ചിരട്ടയിൽ, അല്ലെങ്കിൽ ഒരു വീടിനകത്ത് ഫ്ലാറ്റുകളിലാണെങ്കിൽ ചെടിച്ചട്ടികളുടെ അടിയിലുള്ള ട്രേ, അതിലാണ് കൊതുകുകൾ വളരുന്നത്, ഫ്രിഡ്ജിനടിയിലുള്ള ട്രേ. അപ്പോൾ അത് കൃത്യമായ ഇടവേളകളിൽ ആ വെള്ളം മാറ്റുന്നു എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കൊതുകുകളെ തുരത്തുന്നതിന് വേണ്ടി, കൊതുകുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിനിസ്റ്റർ നേരത്തെ പറഞ്ഞതായി കണ്ടത് ഈ സ്വയം ചികിത്സ പരമാവധി ആളുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ മിനിസ്റ്റർക്ക് അറിയാം, നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് ഈ ഒരു സീസണിൽ പനി ഉണ്ടാവുക സ്വാഭാവികമായിരുന്നു. പനി വരുന്നു, എന്തെങ്കിലും ചെറിയ നാട്ടുവൈദ്യമൊക്കെ ചെയ്ത് നമ്മൾ ആ പനി മാറുന്നു, 1-2 ദിവസം സ്കൂളിൽ പോകാതെ ലീവ് എടുക്കുന്നു, പിന്നീട് പനി ശരിയാകുന്നു. ഇങ്ങനെയൊക്കെയാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴും വൈറൽ ഫീവർ വരുന്നു, 5 ദിവസം കിടക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും നിലയ്ക്കാത്ത ചുമ, പിന്നെ കഫക്കെട്ട്, പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടർന്നുകൊണ്ടേ പോകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വയം ചികിത്സ ഒഴിവാക്കണം എന്ന് പറഞ്ഞത്, ഇപ്പോൾ ചില ഡോക്ടേഴ്സ് പറയുന്നത് കുഴപ്പമില്ല, 4-5 ദിവസം നിങ്ങൾ ഡോളോ കഴിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പാരസെറ്റമോൾ കഴിച്ച് കിടക്കൂ, അത് കഴിയുമ്പോൾ അതങ്ങ് ശരിയാകും, എന്നിട്ടില്ലെങ്കിൽ ഡോക്ടറെ കണ്ടാൽ മതി എന്നൊക്കെയാണ്. അത് ഇപ്പോൾ അഡ്വൈസബിൾ അല്ല എന്നാണോ മിനിസ്റ്റർ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പനി സാധാരണ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനോടുള്ള ശരീരത്തിന്റെ ഒരു റെസ്പോൺസ് കൂടിയാണ്. അങ്ങനെ കൂടി പനി ഉണ്ടാകാം. അപ്പോ സാധാരണ നിലയിൽ പനി നമുക്ക് അമിതമായി ഭയക്കേണ്ടതില്ല. പക്ഷേ പനിയുടെ ലക്ഷണങ്ങൾ നമ്മൾ കരുതലോടുകൂടി കാണണം. അതാണ് പറഞ്ഞത്. നമുക്ക് അമിതമായ ക്ഷീണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ പിച്ചും പെയ്യും പറയുന്നു, നമുക്ക് യൂറിൻ പോകുന്നില്ല, യൂറിന് നല്ല നിലയിൽ കളർ ചേഞ്ച് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ്, ലക്ഷണങ്ങളാണ് ആ പനി ഗുരുതരമായിട്ടുള്ള പനിയാണോ എന്നുള്ളത്. അതല്ലെങ്കിൽ സാധാരണ നിലയിലുള്ള ഒരു പനിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡോക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞതുപോലെ പാരസെറ്റമോൾ കഴിച്ച് ഡോക്ടർ പറയുന്നത് പോലെ റെസ്റ്റ് എടുത്ത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് പനിയുണ്ടെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ വിടരുത്, റെസ്റ്റ് എടുക്കുക. മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ലക്ഷണങ്ങൾ ഇതുപോലെ ആണെങ്കിൽ നമുക്ക് എത്ര ശ്രമിച്ചിട്ടും ക്ഷീണം മാറുന്നില്ല, അമിതമായിട്ടുള്ള ക്ഷീണം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഒരു കരുതലോടെ കാണേണ്ടതാണ്. ഡോക്ടറെ കാണുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. കാരണം ഈ ഞാൻ പറഞ്ഞതുപോലെ, ഗോപിയുടെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള കരുതൽ നമുക്ക് ഉണ്ടാകണം, അതിൽ യാതൊരു സംശയവുമില്ല. ഈ പകർച്ചപ്പനി കേസുകൾ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണോ ആരോഗ്യ വകുപ്പിന്റെ ഒരു കണക്കുകൂട്ടൽ? അതിൽ നമ്മൾ കണ്ടത്, ഇപ്പോൾ മെയ് മാസത്തിൽ തീവ്ര മഴ ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്തും കൊച്ചിയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ, തൃശ്ശൂരും ഒക്കെ തന്നെ. അപ്പൊ അന്ന് നമ്മൾ ആരോഗ്യവകുപ്പ് കണ്ടത് ലെപ്റ്റോ കേസസ്, എലിപ്പനി കേസുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ജൂൺ മാസത്തിൽ 3 ആഴ്ച കഴിയുമ്പോൾ. അപ്പോൾ അതിന് കണ്ടത് അതായത് ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്ന് ധാരാളമായിട്ടല്ല, ഒരു 200 mg ഒരാഴ്ച. ആ നിലയിൽ ഓരോ വ്യക്തിയും, അതായത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വെള്ളത്തിലൂടെ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൂടെ ഒക്കെ നടക്കേണ്ട വന്ന ആളുകൾ ടോക്സി കഴിക്കണം എന്നുള്ളതും അതിന് ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഔട്ട് ബ്രേക്ക് നമുക്ക് ഉണ്ടായില്ല എന്നുള്ളത്. പക്ഷേ ഈ ഡെങ്കിയെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിൽ ഏറ്റവും കേസസ് ഉയരാനുള്ള സാധ്യത നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് കണ്ടിരുന്നു. അത് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. നമുക്ക് ഈ ഇടവിട്ടുള്ള മഴ, ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള റെയിൻ
ഇടവിട്ടുള്ള മഴ വാസ്തവത്തിൽ ഡെങ്കി കേസുകൾ വർദ്ധിക്കുന്നതിനൊരു കാരണമാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പക്ഷേ ആ രീതിയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മെയ് മാസത്തിൽ യോഗം ചേർന്നു. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തനം, ഈ വർഷത്തെ പ്രവർത്തനം ഈ കലണ്ടർ അനുസരിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ നവംബറിൽ തന്നെ ഈ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുകയും കലണ്ടർ പ്രസിദ്ധീകരിക്കുകയും ജനുവരി പ്രസിദ്ധീകരിക്കുകയും വകുപ്പിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പകർച്ചവ്യാധികൾ, ഈ മഴയുടെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പനി കേസുകൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ പനി പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതാണ് ഏറ്റവും പ്രധാനം. ആളുകൾ, കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ വളരെ ബോധവാന്മാരും ബോധവതികളുമാണ്. ഞാൻ പലയിടത്തും പോകുമ്പോൾ മാസ്ക് ധരിച്ച് ആളുകൾ വരുന്നത് കാണുമ്പോൾ, പനി കാലമായതുകൊണ്ട് മാസ്ക് ധരിക്കുക അത് വളരെ നല്ലൊരു പ്രതിരോധ മാർഗ്ഗമാണ് നമുക്ക് പനി പകരാതിരിക്കാനും, നമുക്ക് പനിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും. അതുപോലെ ഹോസ്പിറ്റൽ വിസിറ്റ്സ്, അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ്സ് ദയവായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആളുകളുടെ ഒരു നല്ല ഇടപെടലും ഉണ്ടാകുന്നുണ്ട്. ശരി മിനിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ഇത്രയധികം സമയം കേരളത്തിൽ ഈ പനി വ്യാപനം സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമുക്ക് പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അൽത്താഫ്, അതോടൊപ്പം ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പത്മനാഭ ഷെണായി, ഡോക്ടർ NM അരുൺ എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ അൽത്താഫ്, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ പനി വ്യാപനം വളരെ കൂടുതലാണ്. ഒരു വീട്ടിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്കെങ്കിലും പനി വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. എന്താണ് ഇത് അത്ര വലിയ അപകടകരമായ സാഹചര്യം ഇല്ല എന്ന് ആരോഗ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു. എങ്ങനെയാണ് IMA ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? സാധാരണ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ നമുക്ക് ഇപ്പം ഡെങ്കിപ്പനിയുടെ വ്യാപനം ഒക്കെ 2003 മുതൽ ആയിരുന്നു ഏറ്റവും വ്യാപകമായിട്ടുള്ള ഔട്ട്ബ്രേക്കുകൾ കേരളത്തിൽ ദൃശ്യമായി തുടങ്ങിയത്. 90കളിലാണ് ആദ്യമായിട്ട് ഔട്ട്ബ്രേക്കുകൾ കണ്ടെത്തുന്നതെങ്കിലും അതുമുതൽ എല്ലാ വർഷവും ഇങ്ങനെ ഏറിയും കുറഞ്ഞും മഴക്കാലത്തോടൊപ്പം മഴ കഴിഞ്ഞിട്ടും വിട്ടുവിട്ടുള്ള മഴയുള്ള സമയത്തും ഒക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഔട്ട്ബ്രേക്കുകൾക്കൊരു സൈക്ലിക്കൽ പാറ്റേൺ ഉണ്ട്. ഒരു 2-3 വർഷം കൂടുമ്പം വർദ്ധിക്കുന്ന ഒരു പ്രവണതയുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 വലിയൊരു സർജ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് കോവിഡ് കാരണം ആ രീതിയിലുണ്ടായില്ല. പക്ഷേ 2023 മറ്റ് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ വലിയൊരു വർധനവ്, അത് ഇവിടെ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഏതാണ്ട് 46 ലക്ഷത്തോളം കേസുകൾ ലോകാരോഗ്യ സംഘടന തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഡെങ്കി കേസുകൾ. കേരളത്തിലും ആ രീതിയിലുള്ള ഒരു വർധനവുണ്ടായി. അതുപോലെ മരണനിരക്കും വളരെ കൂടുതലായി. ഈ വർഷം നോക്കുമ്പം ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു വളരെ അപ്രതീക്ഷിതമായ, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വന്ന ഒരു വ്യതിയാനം കൊണ്ട് കൂടി ആയിരിക്കാം, ഏതാണ്ട് 1 കോടി കേസുകൾ ഈ 6 മാസം കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ലോകം മുഴുവനായിട്ട്, 80-ലധികം രാജ്യങ്ങളിലായിട്ട്. അതിനനുസരിച്ചിട്ട് ഗുരുതരാവസ്ഥ പ്രാപിക്കുന്ന രോഗികളുടെ എണ്ണവും മരണനിരക്കും ഒക്കെ കൂടാറുണ്ട്, മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. കേരളത്തിലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതിന് അനുയോജ്യമായ ഒരു പരിസ്ഥിതി നാം ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ വിട്ടുവിട്ടുള്ള മഴ, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും വീടും പരിസരവും ഒക്കെ നമ്മൾ ഈ രീതിയിൽ കൊതുകിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുന്നത്, ഇതെല്ലാം തന്നെ ഡെങ്കി വളരെ വ്യാപകമായിട്ട് പടരാനുള്ളൊരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഡെങ്കി മാത്രമല്ല, നമുക്കിപ്പോൾ ഈ വർഷം ഒരു ഏറ്റവും അലാമിങ് സിറ്റുവേഷൻസ് ഒന്ന്, അതുപോലെ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A വളരെ വ്യാപകമായിട്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 8-10 വർഷം മുമ്പ്, കഴിഞ്ഞ 8-10 വർഷമായിട്ട് വളരെ കുറവ് കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. ഈ വർഷം ഇപ്പോൾ തന്നെ ഏതാണ്ട് 12,000-13,000 കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ മരണസംഖ്യയും 45-ലധികം ആയിക്കഴിഞ്ഞു. അതുപോലെ എലിപ്പനിയുടെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ അതിൻ്റെ മരണനിരക്ക് വളരെ കൂടി വരുന്നു. എലിപ്പനിയുടെ വ്യാപനവുമുണ്ട്, മരണനിരക്ക് കൂടി വരുന്നു. ഈ വർഷവും ഇതുവരെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 173ഓളം മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു, 2000-ലധികം കേസുകളും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ പകർച്ചവ്യാധികളുടെ എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഒരു വ്യാപനം ഈ വർഷം പൊതുവേ കാണുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഡെങ്കിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ തന്നെ ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെല്ലാം എതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രവർത്തനം അത് ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ നടത്തേണ്ടിയിരുന്നു. കാരണം അതിന് ഒരു കാരണം നമുക്ക് പറയാമെങ്കിൽ, ഇപ്പം ഡെങ്കിയുടെ കാര്യത്തിൽ ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഓരോ വ്യക്തിയും അല്ലെങ്കിൽ സമൂഹം പൊതുവേ തന്നെ ഇതിനകത്ത് വളരെ ജാഗ്രതയോടെ ഇടപെട്ടേ പറ്റൂ. കാരണം ഡെങ്കിപ്പനി പടർത്തുന്നത്, ഇപ്പോൾ ഓരോ രോഗങ്ങളും പടരുന്ന രീതി വ്യത്യസ്തമാണ്. ഡെങ്കിപ്പനിയും ചിക്കുൻഗുനിയും സിക്ക വൈറസും ഒക്കെ പകരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈഡിസ് കൊതുകുകളിലൂടെയാണ്. ഈഡിസ് കൊതുക്
നമ്മളെ കടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉള്ള കൊതുക്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളിലോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലോ ഉള്ള കൊതുക് തന്നെയാണ് നമ്മളെ കടിക്കുന്നത്. കാരണം അതിൻ്റെ പറക്കാനുള്ള ശേഷി 50 മീറ്റർ, പരമാവധി 100 മീറ്റർ മാത്രമേ പറക്കാൻ ശേഷിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കടിക്കുന്ന കൊതുക് ഈ നമ്മുടെ പരിസരത്ത് തന്നെയുള്ള കൊതുകുകളാണ്. കൊതുക് കടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ രോഗം പകരുകയുമില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് കൊതുക് വളരാനുള്ള സാഹചര്യം നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം ഹെപ്പറ്റൈറ്റിസ് എയുടെ കാര്യത്തിലാണെങ്കിൽ മലയാളികൾ വളരെയധികം കാലമായിട്ട് പിന്തുടർന്നു വരുന്ന ശുചിത്വ ശീലങ്ങളുണ്ട്. ഇപ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, ആ രീതിയിലുള്ള പ്രവണതകൾ, അതിന് ഉള്ള മാറ്റം ഉണ്ടായതുകൊണ്ട് കൂടിയാവാം ഇപ്പം 12,000-ലധികം കേസുകൾ, അതുപോലെ 40-ലധികം മരണങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം. അതും തീർച്ചയായിട്ടും ബോധവൽക്കരണം ആവശ്യമുണ്ട്. അതോടൊപ്പം കാലാവസ്ഥയിൽ വന്ന് ഈ വർഷം ഉണ്ടായ വരൾച്ച, പല പ്രദേശങ്ങളിലും കടുത്ത വരൾച്ച നേരിടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നുള്ള മഴ, അത് കൂടുതൽ ജലശേഖരങ്ങളും ജലാശയങ്ങളെയും മലിനമാക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഈ രോഗം പെട്ടെന്ന് പടരാനുള്ള സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ എലിപ്പനിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കൂടുതൽ മറ്റൊരാശങ്കയുള്ള, അതിന് ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ട്, പ്രതിരോധിക്കാനുള്ള മരുന്നുണ്ട്, ചികിത്സിക്കാനുള്ള മരുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടായിട്ട് പോലും നമുക്ക് ഇത്രയും മരണസംഖ്യ ഉയരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥയാണ് കാണിക്കുന്നത്. അതിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം പ്രധാനമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് പറയുമ്പം ഇത് ഓരോന്നിനും വ്യത്യസ്തമായ സ്ട്രാറ്റജികളാണുള്ളത്. അതിനനുസരിച്ചുള്ള ഇപ്പം എലിപ്പനിയുടെ കാര്യത്തിൽ ഈ എലിപ്പനി ഈ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഓടയും തോടുകളും ഒക്കെ വൃത്തിയാക്കാൻ ഇറങ്ങുന്ന തൊഴിലാളികൾ, അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾ, അങ്ങനെയുള്ളവർക്ക് മുൻകരുതൽ നടപടികൾ എന്നുള്ള നിലയ്ക്ക് കിംബോ പ്രൊഫൈലാക്സിസ്, ഡോക്സിസൈക്ലിൻ നമുക്ക് മുൻകൂട്ടി നൽകാൻ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ ഗോപികൃഷ്ണൻ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ അനുബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ എന്തുകൊണ്ടാണ് ഈ ആദ്യം തന്നെ ചികിത്സ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം എന്ന് പറയുന്നത്, ഇതിൽ പനി എന്ന് പറയുമ്പം മറ്റേത് രോഗത്തിൻ്റെയും ലക്ഷണം, പൊതു ലക്ഷണം എന്നുള്ളതൊക്കെ ആവാം. പക്ഷേ അതിൽ എലിപ്പനിയാണെങ്കിൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഗുരുതരാവസ്ഥയും മരണപ്പെടാനുള്ള. അതുപോലെ മറ്റ് സ്ക്രബ് ടൈഫസ് പോലുള്ള രോഗങ്ങളൊക്കെ യഥാവിധി ചികിത്സ കിട്ടിയില്ലെങ്കിൽ. അതേസമയം ഡെങ്കിപ്പനിയിലും മരണനിരക്കുണ്ട്. സാധാരണ വൈറൽ പനിക്ക് അത്രയും മരണനിരക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലേത് പനിയാണ് എന്നുള്ളത് സാധാരണക്കാരന് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും വേഗം ഈ പനിയുടെ ലക്ഷണമുണ്ട് എങ്കിൽ എത്രയും വേഗം ഒരു ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ സമീപിച്ച് കൃത്യമായ രോഗനിർണയം നടത്തിയതിനു ശേഷം ചികിത്സ നടത്തുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഷേണായ ഡോക്ടർ, ഈ ഉടനടി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി ചികിത്സ തേടി ഭേദപ്പെടുത്തേണ്ടുന്ന ഒരു രോഗമായി പനിയെ നമ്മൾ മുൻപ് പരിഗണിച്ചിരുന്നില്ല. കാരണം അതിന് പല സാഹചര്യങ്ങൾ, ഇപ്പോൾ നീർവീഴ്ചയുണ്ടാകും, ചിലപ്പോഴൊന്ന് മഴ നനഞ്ഞാൽ പനി വരും, അങ്ങനെ പല സാഹചര്യങ്ങളുടെ പനി 1, 2, 3 ദിവസം നോക്കിയിട്ട് നമുക്ക് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് തീരുമാനിക്കുന്നൊരു ശീലമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പോഴും അതേ ശീലം പിന്തുടരുന്നവരുണ്ടാകാം. അവരാണോ കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്? അത് നമുക്ക് തോന്നുന്നു ഈ പനി എന്ന് പറയുന്നത് 11,000 എന്ന് പറയുന്ന നമ്പർ ഒരു ഗ്രോസ് അണ്ടർ എസ്റ്റിമേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോർ എക്സാമ്പിൾ ഡെങ്കി കേസുകൾ ഈ പറയുന്നത് നമ്മൾ കാണുന്ന ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണുന്ന കേസുകളോ അല്ലെങ്കിൽ സ്വയം ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നവരോ ടെസ്റ്റ് ചെയ്യാത്തവരോ ഒക്കെ എത്രയോ കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. നമ്മൾ കാണുന്ന കമ്മ്യൂണിറ്റിയിലുള്ള കേസുകളുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഈ പനികളിലെ എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വളരെ കൂടുതലാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു റൂൾ ഓഫ് തമ്പ് പറയാവുന്നത്, ഫോർ എക്സാമ്പിൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, അതായത് പനിയും ചുമയും തൊണ്ടവേദനയും വരുന്നത് യൂഷ്വലി ഒരു വൈറൽ ഫീവർ ആയിരിക്കും. ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു അറ്റാക്ക് ആകാനാണ് സാധ്യത. ഇൻഫ്ലുവൻസ പോലെയുള്ള റെസ്പിറേറ്ററി വൈറസിന്റെ ഒരു ഇൻഫെക്ഷൻ ആകാനാണ് സാധ്യത. അങ്ങനെയുള്ളവരിൽ 99% പേരിൽ, ഒരു 50 വയസ്സിന് താഴത്തുള്ള മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ആളുകൾ, അതായത് ഡയബറ്റീസ് ഇല്ല, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖമില്ല, കിഡ്നിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല, സ്റ്റിറോയിഡ് പോലെ ഇമ്മ്യൂണോ സപ്രസീവ് മരുന്നുകൾ കഴിക്കുന്നില്ല, പ്രഗ്നൻസി ഇല്ല, ഇങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ 1-2 ദിവസം ഒബ്സർവ് ചെയ്യുന്ന ഒരു തെറ്റുമില്ല. അവർക്ക് ഒരു റെഡ് ഫ്ലാഗ് സൈൻസ്, അതായത് ശ്വാസമുട്ടൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പനി 3 ദിവസം കഴിഞ്ഞും കുറയുന്നില്ല, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുന്നു, അങ്ങനെയുള്ള ചെറിയ റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ അവർ ഡോക്ടറോട് പോയാൽ മതി. പക്ഷെ ഇതിലെ പ്രശ്നം എന്താണ്? ആൾക്കാർക്ക് ഇത് റെഡ് ഫ്ലാഗ് സൈൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പബ്ലിക് അവയർനെസ് നമുക്കില്ല. കോവിഡ് സമയത്തൊക്കെ മാധ്യമങ്ങളുടെ ത്രൂവും ഗവൺമെന്റും എല്ലാം വളരെ കൃത്യമായിട്ട് എപ്പോഴാണ് നമ്മൾ ഡോക്ടറിലേക്ക് പോകേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലക്ഷണങ്ങൾ, സെൽഫ് മോണിറ്ററിംഗ് ടൂൾസ് എന്താണ്, അതിനൊക്കെയുള്ള ഇനിഷ്യേറ്റീവ് ഡെഫിനറ്റ്ലി നമ്മൾ എടുക്കണം. കാരണം എല്ലാ വർഷവും നമ്മൾ ഈ ക്യൂവും ഈ പനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ഓവർലോഡ് ആകുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ആ ഒ പിയിലെ തിരക്ക് കുറയ്ക്കാനും ആളുകളെ സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ
പക്ഷേ എല്ലാവരെയും സെൽഫ് ട്രീറ്റ് ചെയ്യാനല്ല, ആരൊക്കെ ഹോസ്പിറ്റലിൽ പോകണം, എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, എങ്ങനെയുള്ള പനിയുള്ളപ്പോൾ ഏതൊക്കെ ഡോക്ടറെ വിളിക്കണം, ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ തുടങ്ങുക, അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് സിസ്റ്റമൊക്കെ ഇപ്പോഴും ഉണ്ട്. കുറച്ചുകൂടി അത് ഊർജിതമായി നടത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഹോസ്പിറ്റലിൽ തിരക്ക് കുറയ്ക്കാൻ സാധിക്കും. ഹോസ്പിറ്റലിൽ തിരക്ക് കുറച്ചു കഴിഞ്ഞാൽ വരുന്നവർക്ക് കൃത്യമായി ചികിത്സ നൽകാനും അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും സാധിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു നേരത്തെയും ഗോപികൃഷ്ണൻ നമ്മുടെ മിനിസ്റ്ററോട് ഇത് തന്നെയാണ് ചോദിച്ചത്. ഗോപി, എങ്ങനെ ഇതിനെ നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവായി ട്രീറ്റ് ചെയ്യാൻ? ഡെഫിനറ്റ്ലി ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനമാണ്. നമുക്ക് ജനങ്ങളിലും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നേടുന്നതാണ് ഭൂരിഭാഗം ആളുകളും. അപ്പോൾ കോസ്റ്റ്ലി ടെസ്റ്റുകൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കോവിഡ് സമയത്തൊക്കെ തന്നെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ആന്റിജൻ ടെസ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരു മോളിക്കുലർ ബേസ്ഡ് ടെസ്റ്റുകളൊക്കെ വളരെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാനുള്ള മെത്തേഡ്സ് ഡെഫിനറ്റ്ലി റിസർച്ച് നമ്മൾ ചെയ്യണം. പിന്നെ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഡെങ്കിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ അൽത്താഫും ഡോക്ടർ അരുണും ഇത് എഗ്രി ചെയ്യും. സബ്സിക്വന്റ് അറ്റാക്ക് ഓഫ് ഡെങ്കി വരികയാണെങ്കിൽ കൂടുതൽ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഓരോ വർഷവും, ഫോർ എക്സാമ്പിൾ ഒരു വർഷം അസുഖം വന്നു, അടുത്ത വർഷം വീണ്ടും ഡെങ്കി വരികയാണെങ്കിൽ അത് കൂടുതൽ സിവിയർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വർഷം പോകുന്തോറും ഡെങ്കികളുടെ എണ്ണം കൂടി വരികയാണെങ്കിൽ ഓരോ വർഷം പോകുന്തോറും ഈ നേരത്തെ ഡെങ്കി വന്ന ആൾക്ക് രണ്ടാമത് ഡെങ്കി വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് അസുഖം തീവ്രമാകാനും അസുഖം സീരിയസ് ആകാനും സാധ്യതയുണ്ട്. ഒരു ലാസ്റ്റ് പോയിന്റ് എനിക്ക് തോന്നുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വയസ്സാകുന്ന ഒരു സമൂഹമാണ്. നമുക്കറിയാം, നമ്മുടെ ഡീമോഗ്രാഫിക് ചേഞ്ച് ആകുകയാണ്. പ്രായമുള്ളവരുടെ സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, 50 വയസ്സിനുള്ളവരുടെ കൂടുതലുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പനി വരുമ്പോൾ ആളുകൾ 50 വയസ്സിന് കൂടുതലുള്ളവർക്കൊക്കെയാണ് ഈ പനി വരുമ്പോഴും അവർക്ക് അനുബന്ധ അസുഖങ്ങളുണ്ട്, ഡയബറ്റീസ് കണ്ടമാനം കൂടുതലുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ പെട്ടെന്ന് ഒരു പനി വന്നു കഴിഞ്ഞാൽ ആളുകൾ സിക്കാകാനും അവർക്ക് രോഗം തീവ്രമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അവരെങ്ങനെ നമ്മൾ സംരക്ഷിക്കണം തുടങ്ങിയതെല്ലാം തന്നെ നമ്മൾ ഒരു നല്ല കൂടിയാലോചന നടത്തണം. അതുപോലെ ഡെങ്കി വരാതിരിക്കാൻ, ഡെങ്കി പടർന്നു പിടിക്കാതിരിക്കാനും ഒരു ശുചീകരണം, ഡ്രൈ ഡേ പോലെയുള്ള കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ഗ്രൗണ്ട് ലെവലിൽ പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നടത്തണം. ഈ ഹോട്ട് ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ കൊച്ചിയിൽ ഹോട്ട് ലിസ്റ്റിൽ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ ഹോട്ട് ലിസ്റ്റൊക്കെ കൊച്ചി കോർപ്പറേഷന്റെ ബഹുഭൂരിഭാഗം ഭാഗങ്ങളും ഈ ഹോട്ട് ലിസ്റ്റിലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഡീസ് കൊതുകുകളെ എലിമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് എത്ര വേണമോ അതിൽ നമ്മൾ അത്രയും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഡ്രൈ ഡേ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നടത്തണം. താഴത്തെ രീതിയിൽ വികേന്ദ്രീകൃത ഭരണ സംവിധാനമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, വാർഡ് തലത്തിൽ തന്നെ ആശാ വർക്കേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇതിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് കൂടിയാലോചന നടത്തി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ശരി, ഡോക്ടർ എൻ എം അരുൺ, പലപ്പോഴും ആളുകൾക്ക് അവർ ഈ ആശുപത്രിയിൽ പോയി വന്നാലും അവർ ഏറ്റവും അധികം പരിതപിക്കാറുള്ളത് വെറുതെ ഞങ്ങൾ കുറേ ടെസ്റ്റുകൾ നടത്തി എന്നതാണ്. പല ആളുകളെയും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും സ്വകാര്യ ആശുപത്രികളിലൊക്കെ ടെസ്റ്റുകൾ നടത്തി വന്ന് പണം പോയതിൻ്റെ വേദന, പനി നൽകുന്ന വേദനയേക്കാൾ വലിയ വേദനയെ അവർ പറയാറുണ്ട്. അപ്പോൾ ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗത്തിൻ്റെ പരിശോധനകളിൽ, അതായത് അത് കണ്ടെത്തുന്നതിൽ, അതിൻ്റെ പരിശോധനയിൽ, അതിൻ്റെ ചികിത്സയിൽ, അതിനുശേഷമുള്ള പരിചരണത്തിൽ ഒരു സംവിധാനം, ഒരു കാര്യക്ഷമമായ സംവിധാനത്തിൻ്റെ ഒരു അഭാവം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴുമുണ്ടോ? ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നുണ്ടോ ഡോക്ടർ എൻ എം അരുൺ? ഇങ്ങനെയുള്ള പനിക്കേസുകളിൽ എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്യണം, എപ്പോൾ ആരെ സമീപിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള മാർഗരേഖകളുണ്ട്. ഇപ്പോൾ തന്നെ ഡെങ്കിയെ സംബന്ധിച്ച് പുതിയ മാർഗരേഖ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2023 ഇന്ത്യയിൽ പുതിയ മാർഗരേഖ വന്നത്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും അതാത് സർക്കാരായാലും അല്ലെങ്കിൽ ICMR ആയാലും അല്ലെങ്കിൽ ഓരോ സ്പെഷ്യാലിറ്റി അസോസിയേഷനും മാർഗരേഖകൾ ഇറക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് CDCയുടെ മാർഗരേഖകളുണ്ട്, NHSന്റെ മാർഗരേഖകളുണ്ട്. അപ്പോൾ അതിനെല്ലാം വ്യക്തമായ മാർഗരേഖകളുണ്ട്. അപ്പോൾ ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഏതൊക്കെ ടെസ്റ്റാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്, ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടുതലായിട്ട് ടെസ്റ്റുകൾ ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ ചിലപ്പോൾ നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് പല രോഗികൾക്ക് തന്നെ നിങ്ങൾക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം അറിയണം. എനിക്ക് ആ അസുഖമുണ്ടോ, ഈ അസുഖമുണ്ടോ, മറ്റതുണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ എത്തുന്നത്. അപ്പോൾ അവർ ചില ആളുകളൊക്കെ ആ രീതിയിലാണ് വരുന്നത്. അവർക്ക് ഇനി പോയിട്ട് നാളെ പോയിട്ട് ആദ്യം മറ്റേ ടെസ്റ്റ് ചെയ്യാൻ പറയരുത്, എല്ലാം ഇന്ന് തന്നെ ചെയ്യണം. അങ്ങനെയല്ല യൂഷ്വലി ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നേരത്തെ ഡോക്ടർ ഷേണോയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം പനി കാണുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ടൈപ്പ് പനിയാണെന്ന് നോക്കിയിട്ട് ഒന്നുകിൽ വെയിറ്റ് ചെയ്യാം, 3 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് മാത്രം ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും. പക്ഷേ അതിന് സ്പെസിഫിക് ആയിട്ട് അത് ഇന്ന പനിയാണ് നമുക്ക് അതിൽ കിട്ടില്ല. സ്പെസിഫിക് ആയിട്ട് ഇന്ന പനിയാണെന്ന് അറിയണമെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റുകൾ തന്നെ ചെയ്യണം. എല്ലാ കേസിലും അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഡെങ്കിയുടെ കേസിൽ തന്നെ പണ്ടൊക്കെ നമ്മൾ ഡെങ്കി ട്രീറ്റ് ചെയ്ത് പലപ്പോഴും ഡെങ്കി കേസ് കണ്ടിട്ട് പോസിറ്റീവ് ടെസ്റ്റ് ചെയ്തിട്ടല്ല, നമ്മൾ ബ്ലഡ് കൗണ്ട് മാത്രം നോക്കിയിട്ട് ഡെങ്കി ആവുമെന്ന് ഊഹിച്ച്, പ്രത്യേകിച്ച് ആ ഒരു കാലാവസ്ഥയിൽ ആ ഒരു എപ്പിഡമിക് നടക്കുമ്പോൾ എല്ലാവർക്കും ഡെങ്കി ടെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ചികിത്സിച്ചിരുന്നത്.
ഇന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും തന്നെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. നമുക്കെല്ലാം അറിയണം ഇത് ഡെങ്കി തന്നെയാണോ എന്ന് അറിയണം, അല്ലെങ്കിൽ മറ്റേതാണോ എന്ന് അറിയണം. അങ്ങനെയുള്ള ചികിത്സ മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് രോഗികളിൽ നിന്നും ഒരു ആവശ്യം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു രോഗി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെയുള്ള ചെയ്യാവുന്ന പല ടെസ്റ്റുകളും അപ്പം തന്നെ ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. ശരിയാണ്, അതിന് കുറച്ചുള്ള മാനദണ്ഡങ്ങളും മാർഗരേഖകളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ചിലവേറിയ ടെസ്റ്റുകൾ ആദ്യം തന്നെ വേണ്ടിവരില്ല. അപ്പോൾ രോഗികൾ മനസ്സിലാക്കേണ്ടത് ആ മാർഗരേഖകൾ പ്രകാരം ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെയ്യുക. ഒരു ദിവസം ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ചെയ്യേണ്ടി വരാം. ആ റിപ്പോർട്ടിനനുസരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ വേറെ ഒന്ന് ചെയ്യേണ്ടി വരും. ആ രീതിയിൽ പോകേണ്ടി വരും. 3-4 പ്രാവശ്യം ആശുപത്രിയിലൊക്കെ പോകേണ്ടി വരും. അതിനുള്ള സൗകര്യവും സാഹചര്യവും ഒക്കെ ഉള്ള ഒരാൾക്ക് പ്രശ്നങ്ങളില്ല. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരുന്ന ആളുകൾക്ക് എല്ലാം അപ്പം തന്നെ ചെയ്യണം, അപ്പം തന്നെ അറിയണം എന്താണെന്നുള്ളത്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഡെങ്കിൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വിൻഡോ പീരീഡ് 3-ാം ദിവസത്തിനും 5-ാമത്തെ ദിവസത്തിനും ഇടയിൽ ചിലപ്പോൾ ഈ കാർഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ ഡെങ്കി ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാർഡ് ടെസ്റ്റ് നെഗറ്റീവാണ്, പക്ഷേ ഡെങ്കി ആവാനാണ് സാധ്യത. അയ്യോ അതെന്താണ് അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറയും എലിസ ചെയ്യും. അപ്പോൾ അത് കുറച്ചുകൂടി കോസ്റ്റ് കൂടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഡെങ്കി ആണോ എന്നുള്ളത്. എങ്കിലും അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഡെങ്കി എന്ന് അസ്യൂം ചെയ്തിട്ട് മാനേജ് ചെയ്യും. അത്രേ ആവശ്യമുള്ളൂ പലപ്പോഴും. പക്ഷെ ഇന്ന് നമ്മുടെ രോഗികൾ തന്നെ അവർക്ക് വളരെ വ്യക്തത വേണം, ഇതാണെന്ന് 100% ഉറപ്പ് വരുത്തിയിട്ട് ചികിത്സിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഡോക്ടർമാരും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അങ്ങനെ, പബ്ലിക്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സെറ്റപ്പിൽ അത്ര തന്നെ പ്രശ്നമില്ല. ആളുകൾ കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യും, അവർ പറയുന്ന കാര്യങ്ങൾ മാതിരി ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ടെസ്റ്റുകളുടെ കാര്യത്തിൽ മാർഗരേഖകളൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിലും സർക്കാരിന് ചെയ്യാവുന്നത് പ്രൈവറ്റിലായാലും മറ്റേ ഗവൺമെന്റ് ആശുപത്രികളിലായാലും ഒരു പനി വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള മാർഗരേഖകൾ ഒന്നുകൂടി ഓൾറെഡി മാർഗരേഖകളുണ്ട് എല്ലാ ഡോക്ടർമാരുടെ അടുത്തും അല്ലെങ്കിൽ എല്ലാ അരുൺ ഡോക്ടർ, ഞാൻ ഈ ഡോക്ടേഴ്സിന്റെ എക്സ്പെർട്ടൈസിനെ കുറിച്ച് കാണുകയോ സംശയിക്കുകയല്ല. പക്ഷേ പൊതുവിൽ ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് ഏതെങ്കിലും തരത്തിൽ ഒരു റിസ്ക് എടുക്കാൻ മടിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ പലപ്പോഴും രോഗികൾക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഡോക്ടർക്ക് സ്റ്റെതസ്കോപ്പ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അദ്ദേഹം ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ഒരു എക്സ്റേ എടുക്കാൻ പറയുന്നു, അതല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് പറയുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പരിശോധനയ്ക്ക് എഴുതി കൊടുക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാകും എന്ന ആശങ്കയിൽ നിന്ന് ഡോക്ടർമാർ ചെയ്യുന്നതാണോ? തീർച്ചയായും ഒരു ക്രിമിനലൈസേഷൻ ഓഫ് മെഡിക്കൽ എറർ അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഡോക്ടർമാരെ എപ്പോഴാണ് നമ്മളെ അറസ്റ്റ് ചെയ്യാന്ന് പേടിച്ചു ഇരിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 2 വർഷത്തെ തടവ് നിർബന്ധമാണ്. ഇപ്പോൾ എറർ ഉണ്ടായാൽ തന്നെ എററുണ്ടായി അത് എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വകുപ്പ് പഴയ 304 പകരമുള്ള പുതിയ വകുപ്പ് 108 എന്താണെന്ന് തോന്നുന്നു. ആ വകുപ്പ് പ്രകാരം ഇപ്പോൾ തടവ് ശിക്ഷ വരെ കിട്ടും. അപ്പോൾ എന്തായാലും ഈ ക്രിമിനലൈസേഷൻ മെഡിക്കൽ എറർ ഉണ്ടാവാൻ പാടില്ല. മെഡിക്കൽ എററായിട്ട് തന്നെ കാണണം. ഇവിടെ അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടർമാർ കൂടുതൽ പേടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു തലവേദന വരുന്നു, തലവേദന നമുക്കറിയാം മൈഗ്രെയിൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, പിന്നെ CT സ്കാൻ ചെയ്യാം. പക്ഷേ CT സ്കാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് അപ്പം തന്നെ CT സ്കാൻ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ എപ്പോഴും ഒരു ഡിഫൻസീവ് പ്രാക്ടീസിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതലായിട്ട് പോകുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും സിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷൻ ഡോക്ടർമാർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു എറർ ഓഫ് ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഡിലേ ഇൻ ഡയഗ്നോസിസ് ഒക്കെ ഉണ്ടാവാം. അത് മനസ്സിലാക്കിയിട്ട് ആ സിസ്റ്റം ഡോക്ടർമാരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർമാർ ആ ഡിഫൻസീവ് മെഡിസിൻ മാറ്റിയിട്ട് കുറച്ചുകൂടി ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രാക്ടീസിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ഒരു പ്രാക്ടീസാണ് സമൂഹത്തിന് നല്ലത്. സമൂഹത്തിന് ഈ ഡിഫൻസീവ് പ്രാക്ടീസ് ആണ് ഡോക്ടർമാർ ചെയ്യുന്നതെങ്കിൽ സമൂഹത്തിന് വലിയൊരു തലവേദനയാണ്. എന്തുണ്ടെങ്കിലും എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് മാത്രം തീരുമാനം എടുക്കുക എന്ന രീതിയിലേക്ക് പോയാൽ ആ ഡയഗ്നോസ് വളരെ ഡിലേ വരും. രോഗിക്കും അതിന്റെ ഗുണം കിട്ടാൻ വളരെ 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 ബുദ്ധിമുട്ടും ചെലവ് വളരെയധികം കൂടും. നമ്മുടെ പൊതുജനാരോഗ്യത്തിന്റെ ചെലവ് വളരെയധികം കൂടും. അതുകൊണ്ട് ഡിഫൻസീവ് പ്രാക്ടീസ് തടയണമെങ്കിൽ അത് സൊസൈറ്റി തന്നെ അതിന് ഡോക്ടർമാർക്ക് പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കണം. മെഡിക്കൽ എറർ ഒരിക്കലും ക്രിമിനലൈസ് ചെയ്യാൻ പാടില്ല. മെഡിക്കൽ എറർ മെഡിക്കൽ എറർ ആയിട്ട് തന്നെ കണ്ട് അത് വിശദമായി പഠിച്ച് അത് ഒരിക്കലും ഉണ്ടാവാതിരിക്കുക എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് പകരം ഉടനെ തന്നെ FIR ഇടുകയാണ്. ഇവിടെ ആദ്യം തന്നെ FIR ഇടുകയാണ്, കേസ് നടത്തുകയാണ്. പിന്നെ ഡോക്ടർമാർക്ക് കേസ് നടത്താനും അല്ലെങ്കിൽ ഈ മറ്റേ കോമ്പൻസേഷൻ കൊടുക്കാനും സമയമുള്ളൂ. പിന്നെ കോടതിയിലാണ് ഡോക്ടർമാരൊക്കെ. അപ്പൊ പിന്നെ എന്തിനാ അതിന് നടക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതൽ ഡോക്ടർമാരും ഇതുപോലെ ഡിഫൻസീവ് പ്രാക്ടീസിലേക്ക് പോകുന്നത്. മനസ്സിലായി. ഡോക്ടർ അൽത്താഫ്, എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻറ്റ് പോയിന്റാണ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ ഇത്തരം പ്രധാനപ്പെട്ട പരിശോധനകൾ നടത്താമെന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഡോക്ടർ ഷേണായി പറഞ്ഞു, ഈ സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് രോഗമുള്ള ആളുകൾക്ക് അത് ഏറ്റവും ഫലപ്രദമായി പ്രയോഗിക്കാൻ പറ്റുമ്പോഴാണല്ലോ. ഇപ്പോൾ
രോഗികൾ കൂടുതലായി ആശുപത്രിയിൽ വരുന്നത് ഒട്ടും ഒരു നല്ല സാഹചര്യമല്ല, അതായത് ഈ പനിക്കാലത്ത് എന്ന് ഡോക്ടർ ഷേണായി ഒരു പരാമർശം നടത്തി. അങ്ങനെയാണെങ്കിൽ വീടുകളിലേക്ക് ആരോഗ്യ പ്രവർത്തകർ എത്തുക, അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ വെക്കുക, അവിടെ എത്തി അവർക്ക് വേണ്ട ഏറ്റവും പ്രാഥമികമായ ചികിത്സയും പരിശോധനകൾ ഏത് വേണമെന്ന് നിർദ്ദേശിക്കുക, പിന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില യൂണിറ്റുകൾ തയ്യാറാക്കി കൊടുക്കുക. ഇതൊക്കെ IMAക്ക് കൂടി ഇക്കാര്യത്തിൽ കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതല്ലേ? ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാവുന്നതല്ലേ? അതിന് പകരം നമ്മുടെ ഈ നടപ്പ് രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടോ ഡോക്ടർ അൽത്താഫ്? തീർച്ചയായിട്ടും ഇതിൽ ഡോക്ടർ ഷേണായി നേരത്തെ പറഞ്ഞ ആ ഒരു അഭിപ്രായം, അതിൻ്റെ പോസിറ്റീവ് സ്പിരിറ്റ് തന്നെ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിൻ്റെ സതുദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതായത് ജനങ്ങളെ ഇപ്പോൾ ഒരുപാട് പനി കേസുകൾ അധികരിക്കുകയും അവരെല്ലാവരും കൂടെ ആശുപത്രിയിലേക്ക് എത്തുകയും വലിയ ക്രൗഡ് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള സതുദ്ദേശത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ ഒരു പൊതുജനാരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതിലൊരു മറ്റൊരു വീക്ഷണം കൂടെ ഉള്ളത്. നമുക്കിപ്പം ഡെങ്കിപ്പനി പടരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ കാണിക്കുന്നത് ഏതാണ്ട് 30,000-ൽ മീതെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 100-ൽ താഴെ ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. മരണനിരക്ക് എലിപ്പനിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പം വളരെ വളരെ കുറവാണ്. 0.2% വരും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ എലിപ്പനിയുണ്ട്. നമുക്കിപ്പം എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയാവുന്നത് ഇതിൽ ഇത്രയും മരണനിരക്ക് കൂടിയ എലിപ്പനിയാണ്. അതുപോലെ മറ്റു രോഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വയം ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് അവർ തന്നെ ഇപ്പം എലിപ്പനി ആയിട്ടുള്ള ഒരാൾ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിലിപ്പം മരണനിരക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് കൂടി നിൽക്കാനുള്ള പ്രധാന കാരണം തന്നെ ഈ വൈകി രോഗം തിരിച്ചറിയുന്നതും ചികിത്സ ആരംഭിക്കുന്നതാണ്. എലിപ്പനിയെ സംബന്ധിച്ചോളം അതിൽ എത്രയും നേരത്തെ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അത്രയും വേഗം അല്ലെങ്കിൽ അത്രയും ഫലപ്രദമായിട്ട് നമുക്ക് മരണം ഒഴിവാക്കാൻ സാധിക്കും, ഗുരുതരാവസ്ഥ പ്രാപിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊതുജനാരോഗ്യ പ്രവർത്തനം എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളത്, മരണം ഒഴിവാക്കുക, ഗുരുതരാവസ്ഥ പ്രാപിക്കുന്നത് ഒഴിവാക്കുക, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുക. അതിലിപ്പം ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ വീടുകളിൽ തന്നെ പോയി ആരോഗ്യ പ്രവർത്തകർ അവർക്ക് രോഗം നിർണ്ണയിക്കുന്ന രീതിയിൽ അപ്പം ആ രീതിയിലുള്ള പ്രോട്ടോക്കോളുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റൊരു മാർഗം ആലോചിക്കാവുന്നത് സബ് സെൻ്ററുകൾ ഇപ്പം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തിപ്പിച്ചിട്ടുണ്ട്. അവിടെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരുണ്ട്. മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ സേവനം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. വേണമെങ്കിൽ സബ് സെൻ്ററുകളിലും ഫീവർ ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. അതൊക്കെ ആലോചിക്കാം. പക്ഷേ സ്വയം ചികിത്സിക്കുക എന്നുള്ള ഒരു കാരണവശാലും നമുക്ക് ഇപ്പോൾ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം മെഡിക്കൽ കെയർ അറ്റ് ദ ഡോർ സ്റ്റെപ്സ് എന്നത് ഇതുപോലെയുള്ള ഇപ്പൊ എല്ലാ കാലത്തും വേണമെന്നില്ല. ഇതുപോലെ പനി ബാധിതരുടെ എണ്ണമൊക്കെ ഭയങ്കരമായി കൂടുകയും ആളുകളിൽ ആശങ്ക ഉണ്ടാകുകയും ചെയ്യുമ്പോൾ മെഡിക്കൽ കെയർ അറ്റ് ദ ഡോർ സ്റ്റെപ്സ് എന്നത് ഈവൻ IMAക്ക് പോലും നടപ്പാക്കാൻ കഴിയുന്നതാണല്ലോ. കേരളത്തിൽ അത്രയും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയാണല്ലോ IMA. ഇപ്പൊ നിങ്ങൾക്ക് പോലും എനിക്ക് തോന്നുന്നു അങ്ങനെ വേണമെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് ഈ വികേന്ദ്രീകൃതമായ രീതിയിൽ, അതിപ്പം ഞാൻ അതാണ് സബ് സെൻ്ററുകളുടെ കാര്യം പറഞ്ഞതും ഒക്കെ നമുക്ക് ആ രീതിയിൽ ആലോചിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പം ഇതിൻ്റെ കോസ്റ്റ് ഓഫ് കെയറിനെ കുറിച്ച്, ചികിത്സാ ചെലവിനെക്കുറിച്ചും ടെസ്റ്റിനെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. ഇതിൽ യഥാർത്ഥത്തിൽ കൃത്യമായ ഇടപെടലുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. IMA തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കോവിഡ് സമയത്ത് അതിൻ്റെ ടെസ്റ്റ് നിരക്ക് വളരെയധികമായിരുന്നു. ആദ്യകാലം എല്ലാവർക്കും അറിയാവുന്നത് 3,500-4,000 രൂപയായിരുന്നു. IMA അക്കാര്യത്തിൽ ഒരു മാതൃക തന്നെ കാട്ടി. തിരുവനന്തപുരം IMA ഓഫീസിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗ് കളക്ഷൻ സെൻറ്റർ ഏർപ്പെടുത്തുകയും 500 രൂപയ്ക്ക് വളരെ തുച്ഛമായ നിരക്കിന് ടെസ്റ്റിംഗ് ആരംഭിച്ചുകൊണ്ട് ഞങ്ങളത് അത് കേരളത്തിലെ മുഴുവൻ ഈ കോവിഡ് ടെസ്റ്റിങ്ങിൻ്റെ ചെലവ് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയുണ്ടായി. ആ രീതിയിലുള്ള ഇടപെടലുകൾ മുമ്പ് നടത്തിയിട്ടുണ്ട്, മുൻകാലം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇനിയും സാധ്യതയുണ്ട്. ഇനിയിപ്പം ഡെങ്കി ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ NS1 ആൻറ്റിജന് 1000-ന് മീതെ ചാർജ് ചെയ്യുന്ന ആശുപത്രികളും സ്ഥാപനങ്ങളും ഉണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് കാര്യമായ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ 10-ലൊന്ന് ചിലവിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ തീർച്ചയായിട്ടും IMAയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള IMA ചെയ്യുക തന്നെ ചെയ്യും. അത് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ മറ്റ് ആശുപത്രികൾ ഇക്കാര്യത്തിൽ സഹകരിക്കേണ്ടതുണ്ട്. ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ അതിൽ ഇടപെടേണ്ടതുണ്ട്. ഡോക്ടർ പത്മനാഭ, ഏതായാലും ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് പനി വന്നാൽ അത് വൈറൽ ഫീവർ ആകുമ്പോൾ മറ്റുള്ളവർക്കും വരുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് ഇപ്പോൾ ഓഫീസുകളാകട്ടെ സ്കൂളുകളിലാകട്ടെ ഇങ്ങനെ ഈ പകർച്ചപ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൂടുതൽ വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊരു പ്രതിരോധ സംവിധാനമുണ്ടോ? ഇല്ല, നമ്മൾ ഒന്ന് ഗോപികൃഷ്ണൻ ആദ്യം നേരത്തെ പറഞ്ഞതിൽ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ആരും സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, അതായത് തൊണ്ടവേദനയും ചുമയും പനിയും ഉള്ളവര് നമുക്കറിയാം ഇൻഫ്ലുവൻസയാണെന്ന്. അവർക്ക് ഡേഞ്ചറസ് ആകുമ്പോൾ പോയാൽ മതി. ലെസ് ദാൻ 50 years ഉള്ളവർ കുറച്ച് വീട്ടിൽ കെടുത്താൽ കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഡെങ്കി ഫീവറോ ലെപ്റ്റോസ്പൈറോസോ അത് അവർക്ക്
തൊണ്ടവേദനയൊന്നും കാണില്ല. പലപ്പോഴും ദേഹം വേദനയും കണ്ണുവേദനയും അവർക്കുള്ള ലക്ഷണങ്ങൾ വേറെയാണ്. അപ്പം ആരെപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളത് അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ആരും സെൽഫ് ട്രീറ്റ്മെന്റ് പോകരുത്. കാരണം ലെപ്റ്റോസ്പൈറോസിസ് ഒക്കെ ആലപ്പുഴയൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുറെ മരണങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പഴയ ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ വളരെ കൂടുതൽ മരണങ്ങൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും അതുപോലെ ഹൈ റിസ്ക് കാറ്റഗറി ഉണ്ട്. ആർക്കാണ് ലെപ്റ്റോസ്പൈറോസിന്റെ ഹോട്ട്സ്പോട്ട്സ് കുറച്ചുകൂടി കുറവാണ്. അപ്പൊ ആ സ്പെഷ്യലി കുട്ടനാട്ടിലോ പാടത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെ അന്ന് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഡോക്ടറെ കാണണം. ആന്റിബയോട്ടിക് ഏർലി തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ല ഔട്ട്കം ആണ്. ഡോക്ടർ അൽത്താഫ് പറഞ്ഞോട് 100% ഞാൻ യോജിക്കുന്നു. രണ്ടാമത് ചോദിച്ചൊരു കാര്യം, എന്താണ് ഈ വൈറൽ ഫീവർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഈ വൈറൽ ഫീവർ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച 3 ആഴ്ചയായിട്ട് ഇത്രയും കൂടുതൽ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, ഇപ്പോൾ ഡെങ്കിയും വൈറസാണ്, എല്ലാം വൈറസാണ്. പക്ഷേ നമ്മൾ സാധാരണ വൈറൽ ഫീവർ എന്ന് പറയുന്നത് പനിയും ചുമയും തൊണ്ടവേദനയും വരുന്ന ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്സിനെയാണ് നമ്മൾ വൈറൽ ഫീവർ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ആ വൈറൽ ഫീവർ ഇപ്പൊ കൂടാനുള്ള ഒരു കാരണം, സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഒരു ട്രാൻസ്മിഷൻ സൈക്കിൾ വരും. ഡെഫിനറ്റ്ലി കുട്ടികൾ വരും, കുട്ടികൾ സ്കൂളിൽ ഇടപെടുമ്പോൾ അവളിൽ നിന്ന് വീട്ടിലോട്ട് വരും, വീട്ടിൽ നിന്ന് പ്രായമുള്ളവരിലോട്ട് വരും. ഈ ഒരു സൈക്കിളിലാണ് സാധാരണ എപ്പോഴും ഒരു ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസിന്റെ ഒരു കൂടി വരുന്നത്. അതിന്റെ കൂടെ മഴയും വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് പനി ഉണ്ടെങ്കിൽ അവരെ സ്കൂളിൽ വിടാതിരിക്കുക, മാസ്കുകൾ ധരിക്കുക. ആക്ച്വലി ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസിന് മാസ്ക് ധരിക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. അതുപോലെ അവിടെ വായുസഞ്ചാരം കൂട്ടിവെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാവുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പനിയായിട്ട് ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയെ പ്രായമുള്ള 60-70 വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട്, അനുബന്ധ അസുഖങ്ങളുണ്ട്, കുറച്ചൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്ക് ഇത് പടരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ എത്രയും നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി ഇന്ററാക്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടരുന്നതായിട്ട് തന്നെയാണ് കണ്ടുവരുന്നത്. പിന്നെ ഇൻഫ്ലുവൻസയ്ക്ക് ഇപ്പോൾ വാക്സിൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഇൻഫ്ലുവൻസ ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ വരികയാണെങ്കിൽ മരുന്നുകളും മൊസൽറ്റാമോർ പോലെയുള്ള മരുന്നുകളും അവൈലബിൾ ആണ്. അത് ആർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം, അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതുപോലെ ഈ സാധാരണ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്സിലെ ഒരു 99% ആളുകൾക്കും വലിയ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും. പക്ഷെ റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ഈ വൈറൽ ഫീവർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസ്റ്റ്, നമ്മൾ വൈറൽ ഫീവർ മാറുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ജോലികളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഡോക്ടർ എൻ എം അരുൺ, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പനിമരണം സംഭവിക്കുന്നത്? അല്ല, പനി കാരണം മരണം ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, പനി എന്ന് പറഞ്ഞ ലോകത്തിൽ എല്ലായിടത്തും പനി മരണങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ക്ലൈമറ്റിൽ ഈ ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഈ പകർച്ചവ്യാധികൾ കാര്യമായിട്ട് പടർന്നു പിടിക്കുമ്പോൾ ഏതാനും മരണങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷേ അവോയ്ഡബിൾ ആയിട്ടുള്ള ഡെത്ത് നമ്മൾ തടയാൻ തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഓരോ അസുഖത്തിനും ഓരോ മാതിരിയാണ്. ഇപ്പോൾ ഏഡിസ് കൊതുവിനെ നമുക്ക് ഒതുക്കാൻ സാധിച്ചാൽ നമുക്ക് ഡെങ്കിയെ വളരെ നല്ല രീതിയിൽ ഇല്ലാതെയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിൽ പണിയെടുക്കുന്നവർ, നമ്മളെ യൂഷ്വലി തൊഴിലാളികൾ, ഈ കൃഷിക്കാരൊക്കെ തന്നെ വെള്ളക്കെട്ടിൽ പണിയെടുക്കുമ്പോൾ അവർക്ക് എലിപ്പനി വരുന്ന കാലിൽ കൂടെ ചില വ്രണങ്ങളുണ്ടെങ്കിലാണ്. അപ്പോൾ അവർക്കെല്ലാം ബൂട്ട്സ് മാതിരി കാല് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ബൂട്ട്സ് കൊടുത്ത് അതിട്ട് പരിശീലിക്കണം. അവർ പല ആൾക്കാരും ബെയർ ഫുട്ടിൽ എല്ലാവരും പണിയെടുക്കുന്നു ഇപ്പോഴും. പക്ഷേ അത് ബൂട്ട്സ് ഇട്ട് പണിയെടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ എലിപ്പനി ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എലിപ്പനി ആയാലും ഡെങ്കിപ്പനി ആയാലും ഇത് രണ്ടുമാണ് മരണങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന പനികൾ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന എലിപ്പനിയും ഡെങ്കിപ്പനിയാണ്. ഇത് രണ്ടും ഒഴിവാക്കാൻ നമുക്ക് സാധ്യതകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ തന്നെ നമുക്ക് മരണങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ പ്രായമായ ആളുകളിൽ വരാവുന്ന മരണമാണ് ഈ H1N1 അതുപോലെ കുട്ടികളിലും ചിലപ്പോൾ H1N1 ഒക്കെ മരണം ഉണ്ടാക്കാം. അതിന് വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നേരത്തെ ഷെന ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പ്രായമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് പിന്നെ 2 മരണങ്ങൾ ഉണ്ടായിട്ടില്ല, അമീബിക് എൻകെഫലൈറ്റിസ് ആണല്ലേ. അത് വളരെ വളരെ അപൂർവമായിട്ട് വരുന്നതാണ്. അത് തടയാൻ സാധിക്കുമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രധാനമായിട്ടും ഈ കുളങ്ങളിലാണ്, യൂഷ്വലി സ്വിമ്മിംഗ് പൂളിലല്ല, കുളങ്ങളിലുള്ള നീന്തലുകൾ, വെറും നീന്തലല്ല, മൂക്കിലേക്ക് വളരെ ശക്തിയായിട്ട് വെള്ളം അടിച്ചു കയറ്റുന്ന രീതിയിലുള്ള അഭ്യാസങ്ങളെ കാണിക്കുമ്പോഴാണ് പ്രധാനമായിട്ട് കുട്ടികളിലാണ് ഇത് വരാൻ സാധ്യത. പക്ഷെ ഇത് വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ ഒരു പൊതുജനാരോഗ്യ പ്രസക്തി ഇപ്പോൾ ഏതായാലും ഇല്ല. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഈ സ്വയം ചികിത്സയുടെ ഒരു പ്രശ്നം വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച് ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ടൊരു കാര്യം പറയാം. പനിയുടെ കൂടെ ജലദോഷം, മൂക്കടപ്പ് അല്ലെങ്കിൽ മൂക്കുന്നൊലിപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനത്തെ പനി ഒരു 3-4 ദിവസം പാരസെറ്റമോൾ മാത്രം കഴിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ അതില്ലെങ്കിൽ, ജലദോഷമോ മൂക്കടപ്പോ ഒന്നുമില്ല, പനി മാത്രമേ ഉള്ളൂ, കഠിനമായ തലവേദന, മേലും കൈ വേദനയൊക്കെ ആണെങ്കിൽ ഉടനെ ഡോക്ടറെ കണ്ടിട്ട് ഡെങ്കി ആവുക അല്ലെങ്കിൽ എലിപ്പനി ആവുക ഉടനെ തന്നെ അത് അറിയുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് എലിപ്പനിയുടെ കാര്യത്തിൽ നേരത്തെ ചികിത്സ ചെയ്താൽ വളരെ നല്ലതാണ്. ഡെങ്കിപ്പനിയിൽ നേരത്തെ ചികിത്സ ചെയ്തുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല, എങ്കിലും അറിഞ്ഞിരിക്കുന്നതുകൊണ്ട്
നമുക്ക് നല്ലൊരു ഗുണമുണ്ട്. വെച്ചാൽ ഡെങ്കിയിൽ പനി മാറിയതിന് ശേഷമാണ് അതിൻ്റെ ക്രിട്ടിക്കൽ ഫേസ് വരുന്നത്. പലപ്പോഴും ഡെങ്കിയിൽ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പനി മാറിയെന്ന ആൾ പണിക്ക് പോയിട്ട് മയങ്ങി വീണ് അപ്പോഴേക്കും ഷോക്കിൽ ഒക്കെയാണ് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെയാണ് പലപ്പോഴും മരണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പനിയുടെ കൂടെ ജലദോഷം ഉണ്ടെങ്കിൽ, ചുമ, അതുപോലെ തന്നെ ചെറിയ ചുമ, ശക്തമായ ചുമയല്ല, ചെറിയൊരു ചുമ, ജലദോഷം, തൊണ്ടവേദന പനിയുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സാധാരണ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, അതായത് അഡിനോ വൈറസ്, റൈനോ വൈറസ് അതുപോലുള്ള വൈറസുകൾ കൊണ്ടുണ്ടാവുന്നതാണ്. അത് ഒരുവിധം എല്ലാവർക്കും കാര്യമായ ചികിത്സയില്ലാതെ മാറുന്നതാണ്. അപ്പം അങ്ങനത്തേത് നമുക്ക് സ്വയം ചികിത്സിക്കാം. അതല്ലാതെയുള്ള പനി, ജലദോഷമില്ലാത്തൊരു പനിയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് അത് എന്ത് പനിയാണെന്ന് കണ്ടുപിടിച്ച് അതിന് ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് ഇപ്പോൾ ഒരുപാട് പ്രതിരോധ പ്രവർത്തനം നമുക്ക് ചെയ്യാനുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, ഡ്രൈ ഡേയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ നമുക്ക് മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാവുന്ന സമയത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അങ്ങനെ അതുപോലെ ഈ പനിയുള്ള ആളുകൾക്ക് കൊതുകുവല കൊടുക്കും. ഡെങ്കിപ്പനിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ ആളെ ഒരു കൊതുകുവലയുടെ ഉള്ളിലാക്കി അയാളിൽ നിന്ന് പടരുന്ന ചിലപ്പോൾ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പല ഫ്ലവർ വേസുകളോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ എവിടെയോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പലപ്പോഴും കാണാറുണ്ട്. അതെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും. അതുപോലെ ഡെങ്കിക്ക് ഭാവിയിൽ ചിലപ്പോൾ ഒരു വാക്സിൻ നമുക്ക് ഉണ്ടാവാം. വാക്സിൻ വന്നിട്ടുണ്ട്, പക്ഷെ അത്ര എഫിക്കസി ഉള്ള ഒരു വാക്സിൻ അല്ല. അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസിലും ബ്രസീലിലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പോഴും ചില സംശയങ്ങളുള്ളതുകൊണ്ട് അതത്ര പ്രാവർത്തികമായിട്ടില്ല. ഒരുപക്ഷെ വാക്സിനെക്കാട്ടിലും നമ്മൾ പറഞ്ഞ ഇതുപോലെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളായിരിക്കും ഡെങ്കിയും അതുപോലെ തന്നെ എലിപ്പനിയും വരാതെ നോക്കാൻ നമുക്ക് സാധിക്കും. ഒരു കാര്യം കൂടി പറയാം, എലിപ്പനി വരാതിരിക്കാൻ ഡോക്സിസൈക്ലിൻ നേരത്തെ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകളിൽ അവർക്ക് എക്സ്പോഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന, ബെയർ ഫീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഡോക്സിസൈക്ലിൻ്റെ മരുന്ന് കൊടുത്ത് ആഴ്ചയിൽ 200 മില്ലിഗ്രാം കഴിച്ചാൽ അത് പ്രിവെൻഷൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പനി മൂലമുള്ള മരണങ്ങൾ കാര്യമായിട്ട് തടയാൻ സാധിക്കും. ഡോക്ടർ അൽത്താഫ്, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ IMAക്ക് എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പറയാനുള്ളത്? ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇപ്പം സാരാംശം ഡോക്ടർ അരുണും ഇപ്പം സൂചിപ്പിച്ചു. പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കുക. അതും കേരളം പോലുള്ള സംസ്ഥാനത്ത് നമുക്കിപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ തുടരെയുള്ള പകർച്ചപ്പനികൾ ആവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മുടെ അനുഭവ സമ്പത്തൊക്കെ മാറ്റിക്കൊണ്ട് ഇതിനെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഡെങ്കിപ്പനിയുടെയും കൊതുകുജന്യ രോഗങ്ങൾ, എസ്പെഷ്യലി ഈഡിസ് കൊതുകിൻ്റെ കാര്യത്തിൽ ഈഡിസ് കൊതുകുകൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കിപ്പനിയും അനുബന്ധ രോഗങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. എലിപ്പനിയുടെ കാര്യത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ രീതിയിലുള്ള എക്സ്പോഷർ വരാൻ സാധ്യതയുള്ള മുഴുവൻ പേർക്കും ഡോക്സിസൈക്ലിൻ ഗുളിക മുൻകൂട്ടി നൽകുകയോ അതുപോലെ ഗംബൂട്ട് ഉൾപ്പെടെയുള്ള മറ്റു ഉപകരണങ്ങൾ നൽകി അതിനെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ രീതിയിലുള്ള പനിയാണെങ്കിൽ, ശരീരവേദന ഉൾപ്പെടെയുള്ള രീതിയിലുള്ള പനിയാണെങ്കിൽ എത്രയും വേഗം ഒരു ഫിസിഷ്യനെ കണ്ട്, ഡോക്ടറെ കണ്ട് അത് ചികിത്സ, രോഗം നിർണ്ണയിച്ചതിന് ശേഷം ചികിത്സ ആരംഭിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇക്കാര്യത്തിൽ പൊതു സ്വകാര്യ മേഖലകൾക്ക് ഒരേപോലെ പങ്കുണ്ട്. അക്കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാർക്ക് വേണ്ട പരിശീലനവും പുതിയ പ്രോട്ടോക്കോളിലുള്ള പരിശീലനം നൽകാനായിട്ട് IMA നേതൃത്വം നൽകും. അത് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഇപ്പോഴും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ വരുന്ന കുറേ മാസങ്ങൾ വലിയൊരു സർജ്, വലിയൊരു പനിയുടെ എണ്ണത്തിൽ വലിയൊരു വർധനവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ പങ്കാളിത്തം ഇക്കാര്യത്തിൽ വളരെ വളരെ നിർണായകമാണ്. ശരി, പനിയെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. അതേസമയം തന്നെ സ്വയം ചികിത്സയിലൂടെ പനിയെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ പനിക്ക് ചികിത്സ കണ്ടെത്താനോ ഉള്ള ശ്രമങ്ങളും പാടില്ല. പനി കൂടുന്ന സാഹചര്യത്തിൽ കൃത്യമായി ഡോക്ടറെ കാണുകയും പരിശോധനകൾ ആവശ്യമാണെങ്കിൽ അത് നടത്തുകയുമാണ് വേണ്ടതെന്നാണ് ഈ ചർച്ച ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു.